ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെത്തിയിരിക്കുന്നത് ഇൻക്ലൂഡിങ് CC 720 രൂപ കേട്ടോ. 720 രൂപ കൊറിയർ ചാർജ് അടക്കം വരുന്ന ഒരു 6 കോമ്പോസായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോ കോമ്പോകളായിട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പോയ്ക്കകത്ത് വരുന്ന 4 പ്ലാന്റാണ്. റെഡ് നൈറ്റ് സ്പാർക്കിളിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്, ബ്യൂട്ടിയുടെ ഒരു ബുഷി പ്ലാന്റ്, അടുത്ത സൂപ്പർ വൈറ്റിൻ്റെ നല്ലൊരു പ്ലാന്റ്, നെക്സ്റ്റ് വരുന്നത് റെഡ് എമറാൾഡിൻ്റെ ഒരു പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഈ 4 പ്ലാന്റാണ് നമ്മുടെ ഫസ്റ്റത്തെ കോമ്പോയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല 4 ഷെയ്ഡിൽ വരുന്ന 4 പ്ലാന്റാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കോമ്പോയിൽ 2 പ്ലാന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. 2 പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഡിമാൻഡുള്ള 2 പ്ലാന്റാണ്. ഒന്ന് വരുന്നത് വൈറ്റ് കൊച്ചിനസ് കാർഡിൻ്റെ ഒരു പ്ലാന്റ് കേട്ടോ. നല്ല ബുഷി പ്ലാന്റാണ്, അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂജി റെഡിൻ്റെ മദർ പ്ലാന്റാണ്. നമുക്ക് ചെറിയ പ്ലാന്റാണ് കിട്ടാറ്, ചെറിയൊരു കളറിൻ്റെ. ഇത് കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബ്ലാക്ക് ഡീപ്പ് റെഡ് വരുന്ന ഒരു കളറാണ് കേട്ടോ. അത്രയും ഡീപ്പ് റെഡാണ് കേട്ടോ. നല്ല ബുഷി പ്ലാന്റാണ്, അത്യാവശ്യം സൈസുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ലൊരു കളറാണ് ഇതിന്. ഈ 2 പ്ലാന്റാണ് നമ്മുടെ രണ്ടാമത്തെ കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഈ കോമ്പോ ഒറ്റ സെറ്റ് നമ്മുടെ കയ്യിൽ തരാനുള്ളൂ കേട്ടോ. ഇനി മൂന്നാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ 3 പ്ലാന്റാണ്. നല്ല ബുഷി പ്ലാന്റ്സ് ആണ്. ഒന്ന് വരുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയെന്ന് കുറേ പേര് ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാണ്ടായിരുന്നില്ല, റെഡ് വൈൻ്റെ പ്ലാന്റ് കേട്ടോ. 2 ഷൂട്ടുള്ള ഒരു പ്ലാന്റാണ്. നല്ല ബുഷി ആയിട്ടുള്ള, ഹൈറ്റ് അധികം ഉണ്ടാവില്ല കേട്ടോ. റെഡ് വൈന് ഹൈറ്റ് കുറവാണ്, പക്ഷേ നല്ല ബുഷി ആയിട്ടുള്ള ഡബിൾ ഷൂട്ട് വരുന്നൊരു പ്ലാന്റാണ് റെഡ് വൈൻ്റെ. അതുപോലെ തന്നെ ബ്ലാക്ക് വൈൻ, അഥവാ റോട്ടൻഡൻ ടൈഗർ എന്നും പറയും. ഇതും ഡബിൾ ഷൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല ബുഷി ഡബിൾ ഷൂട്ട് പ്ലാന്റ്. അടുത്തത് വരുന്നത് അഞ്ചുമാനി പിങ്കിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്. ഈ 3 പ്ലാന്റാണ് നമ്മുടെ മൂന്നാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ നാലാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത് ബട്ടർഫ്ലൈയുടെ ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൊരു ബട്ടർഫ്ലൈയുടെ നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ്. അടുത്തത് നോർമൽ ബ്യൂട്ടിയുടെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്. അടുത്തത് വരുന്നത് സ്റ്റാർ പിങ്ക് കുങ്കുമം എന്ന് പറയുന്ന വെറൈറ്റിയുടെ ഒരു ബുഷി പ്ലാന്റ്. അടുത്തത് സൂപ്പർ വൈറ്റിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്. ഈ 4 പ്ലാന്റാണ് നമ്മുടെ നാലാമത്തെ കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അഞ്ചാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡയമണ്ട് റെഡിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്, അഗ്ലോണിമ കോബ്രയുടെ നല്ലൊരു ബുഷി പ്ലാന്റ്, അഗ്ലോണിമ റെഡ് വാലൻറ്റൈൻ്റെ ഒരു ബുഷി പ്ലാന്റ്. അടുത്തത് വരുന്നത് അഗ്ലോണിമ റൈസ് നാരോയുടെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്. 4 പ്ലാന്റാണ് നമ്മുടെ അഞ്ചാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത് കേട്ടോ. ഇതിൽ മിക്ക കോമ്പോസും ഓരോ സെറ്റ് വീതമാണ് കേട്ടോ ഉള്ളത്. ഇനി ലാസ്റ്റത്തെ കോമ്പോ ആണ്. ലാസ്റ്റത്തെ ബുഷി പോട്ട്സ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു റെഡ് എമറാൾഡിൻ്റെ ബുഷി ആയിട്ടുള്ള ഒരു മദർ പ്ലാന്റ്, പ്ലസ് അതിൽ ഷൂട്ടുണ്ട് കേട്ടോ. ഷൂട്ട് വന്നു തുടങ്ങിയിട്ടുള്ളൊരു മദർ പ്ലാന്റ് ആണ്. നല്ല തിക്ക് പോട്ടാണ് കേട്ടോ. രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് ഗ്രീൻ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ്. ഇതും ഷൂട്ട് വന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഡബിൾ ഷൂട്ട് വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ്, ബുഷി പോട്ടാണ്. അടുത്തത് നമ്മുടെ റൈസ് നാരോയുടെ പ്ലാന്റാണ്. കുറേ പേര് ചോദിക്കുന്നൊരു പ്ലാന്റായിരുന്നു റൈസ് നാരോ. വലിയ മദർ പ്ലാന്റാണ്. കൂടാതെ 2 തൈയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 2 ഷൂട്ടുണ്ട് കൂടെ. അപ്പോൾ ഈ 3 ബുഷി പോട്ട്സാണ് നമ്മുടെ ലാസ്റ്റത്തെ കോമ്പോയിൽ വരുന്നത് കേട്ടോ. 6ാമത്തെ കോമ്പോയിൽ ഇന്നത്തെ വരുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ കോമ്പോസ്. അപ്പോൾ കോമ്പോ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക കേട്ടോ. നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC കൊറിയർ സർവീസ് വഴി, സ്പീഡ് പോസ്റ്റ് വഴിയാണ്. നമ്മൾ ഇൻക്ലൂഡിങ് CC പറയുന്നത് കേരളത്തിൻ്റെ ഉള്ളിലത്തെ CC ആണ്. തമിഴ്നാട് കർണാടകയ്ക്ക് വരുമ്പോൾ CCയിൽ ചേഞ്ച് വരും. അപ്പോൾ ഓക്കെ, താങ്ക് യു.